ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഫെബ ലോറൻസ്. എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാരെ? അതെ, നമ്മൾ ഇന്ന് തൊട്ട് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ആരെങ്കിലും പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്ന വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റു കുക്ക് ചെയ്യുന്ന ടൈം തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. രാവിലെ മമ്മി ഒരു കടലക്കറി വെച്ചു. അതിൽ കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് മുട്ട കൊത്തിപ്പൊരിച്ച് ഇച്ചിരി ഉപ്പും മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു തോരൻ പോലെ അങ്ങനെ രാവിലെ ഞങ്ങൾ ഇച്ചിരി കഴിച്ചു. ഞാൻ രണ്ട് മൂന്ന് സ്പൂണ് വേണം കഴിച്ചു എന്ന് വേണം പറയാൻ. ഇത്ര കഴിച്ചുള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് അടുത്ത കുക്കിംഗ് ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ മമ്മി അവിടെ എന്താ പറയുക, മീൻ ചൂട മീനില്ലേ, ചെറിയ സൈസ് കുഞ്ഞു മീൻ, അതിന് വേറൊരു പേരുണ്ട്, തക്ക സമയമായപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓക്കെ, പിന്നീട് പറയാട്ടോ. ഓക്കെ, അപ്പോൾ ചൂടമീനും അതിന് വേറൊരു പേരുണ്ട്, ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഓക്കെ, എന്തെല്ലാവട്ടെ. അപ്പോൾ അങ്ങനെ മീൻ വറുത്തു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, ഇന്നലെ വെച്ച സാമ്പാറുണ്ടായിരുന്നു, അതും അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു ഉച്ചയ്ക്ക്. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിന് മുമ്പ് പപ്പ കടയിൽ പോയിട്ട് വന്നപ്പോൾ നെയ്യപ്പം കൊണ്ടുവന്നു. അനിയത്തിക്കും അനിയനൊക്കെ സ്കൂളിലേക്ക് പോയേക്കാണേ. എൻ്റെ അനിയൻ ഇപ്പോൾ 9ൽ പഠിക്കുന്നു, അനിയത്തി ഇപ്പോൾ 4ാം ക്ലാസ്സിൽ. ഞങ്ങളിപ്പോൾ കൊല്ലത്താണ്. ഞങ്ങൾ ഇതിന് മുമ്പ് ഇടുക്കിയിലായിരുന്നു. പപ്പ പാസ്റ്ററാണ്. അപ്പോൾ ട്രാൻസ്ഫറായി ഞങ്ങളിവിടെ വന്നേ ഉള്ളൂ. വന്നിട്ടിപ്പോൾ 2 മാസം. അപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയേക്കാം. അനിയത്തി വരാൻ ടൈം ആവുന്നു. അവർ സ്കൂൾ ബസ്സിലാണ് വരണേ. ഒരു 4 മണിയൊക്കെ ആവും. അനിയൻ 5 മണി 5:30 വീട്ടിലെത്തും. അങ്ങനെ ഓക്കെ, രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ടേ അങ്ങനെ. ഓക്കെ, പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചുമ്മാ വീണ്ടും പുറത്ത് ഇറങ്ങി നോക്കിയപ്പോൾ കുറേ പൂക്കൾ. ഇന്നലെയൊക്കെ 2-3 പൂക്കളേ ഉണ്ടായുള്ളൂ. ഒരു പിങ്ക് റോസേ, ഇതിനകത്ത് ഞാൻ ആ വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പം അങ്ങനെ ചുമ്മാ പൂക്കളവിടെ പോയിക്കിരുന്നു. അവിടെ കൂടെ ഇങ്ങനെ പൂക്കളെ തൊടുകയും പിന്നെ ജസ്റ്റ് ഇങ്ങനെ വീടിന് ചുറ്റും നടക്കും. ആ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കൂട്ടുകാർ സെറ്റുണ്ട്. കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻകുട്ടന്മാരെ കേട്ടോ. ഓക്കെ, അങ്ങനെ അപ്പോൾ ആൽബിനോ കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളൊന്ന് വാങ്ങിയായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ വളർത്താൻ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വാങ്ങി. എന്താ പറയുക, എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങൾ പാസ്റ്ററിൻ്റെ മക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയും എന്താ പറയുക പെർമനൻ്റായിട്ടൊന്നും താമസിക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൃഗങ്ങളെ ഒന്ന് വളർത്തിയാലും കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മൾ എന്താ മീനുകളൊക്കെ വളർത്തുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വേറെ ഒരു ടീമുണ്ട്, അത് ഗൗര അങ്ങനെയൊക്കെയുള്ള കുറേ ലോഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. റെഡും അതിൻ്റെ ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരാലൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചത്തുപോയി. ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്ലോറിൻ വാട്ടറാണ്, അപ്പോൾ മീനുകൾക്കൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ കുറേ ചത്തുപോയി. ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് മീനുകളുടെ കഥയൊക്കെ പറഞ്ഞു കേട്ടോ. സോറി ഫ്രണ്ട്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ സന്തോഷം പറഞ്ഞതേ ഉള്ളേ. അപ്പം അങ്ങനെയൊക്കെയാണ്. കുഞ്ഞ് വീഡിയോ ആട്ടോ, ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല, പെർഫെക്റ്റ് ഒന്നും ആയിട്ടൊന്നും ഇല്ല. എന്നാലും ചുമ്മാ ജസ്റ്റ് ചെയ്തേ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഇയർ അല്ല, സെപ്റ്റംബർ ആകുമ്പോൾ 2 മാസം ഞാൻ വീട്ടിലുള്ളൂ. സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ഞാൻ നേഴ്സിങ്ങിന് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ കേട്ടോ, വീഡിയോസൊക്കെ ഇട്ടേക്കാം കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ, അതും കൂടെ എല്ലാം ഞാൻ ആഡ് ആയിട്ടുണ്ട്. പിന്നെ നൈറ്റ് വരെ ഉള്ളത് ഞാൻ എടുത്തില്ല, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. ചെറിയൊരു കുറച്ച് ലെങ്തി ആയ വീഡിയോ തന്നെയാണ്, എന്നാലും കുഴപ്പമില്ലയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ പറയുക നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്താ പറയുക, ഇനി വെറൈറ്റി വേണോ, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞോട്ടെ. ഈ ശബ്ദം കേൾക്കുന്നതേ സ്കൂൾ ബസ്സൊക്കെ വരാൻ ടൈമായേ, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ ടൈമായല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ സമയം 3:14 3:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരെത്തും ഇവിടെ. അപ്പം അതിൻ്റെ ബസ് പോകുന്ന ശബ്ദം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അങ്ങനെ പിന്നെ ഒരു 3:30 ആയപ്പോഴാണ്, 3:30 അല്ല സോറി, ഒരു 3:15 സോറി ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ സമയം കേട്ടോ ഉദ്ദേശിച്ചത് 3:15. ഞാൻ ഈ വീഡിയോ എടുത്തത് 3 മണിക്കാണ്. എല്ലാ വീഡിയോ എടുത്ത് ജസ്റ്റ് കുഞ്ഞു രീതിയിൽ, നമ്മുടെ രീതിയിൽ കുഞ്ഞ് എഡിറ്റിംഗ് എന്ന് വേണം പറയാം. വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ. ഓക്കെ, പിന്നെ എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഇതിൽ നന്നായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്കറിയാം ഇതൊന്നും പോരാന്നറിയാം. ഇതിൽ അടിപൊളിയായിട്ട് എടുക്കുന്നവരുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും
വലിയ പ്രൊഫഷണൽ ഒന്നല്ല, ചുമ്മാ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സന്തോഷത്തിന്. കാരണം ഇതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ഇപ്പം ഇങ്ങനെ എന്താ പറയുക, സ്റ്റോറികൾ പറയുന്നവരുണ്ട്. കുക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് അവരനുഭവിച്ച ഓരോ കഥകളും അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ പറയുമ്പോൾ നമ്മളത് കേൾക്കാറില്ലേ, നല്ല രസമാണല്ലോ, നമുക്കതൊക്കെ ഇഷ്ടമാണല്ലോ. പലരും വെറൈറ്റി പിടിക്കും, ചിലവർ ട്രാവൽ വീഡിയോസ് ഇടുന്നു. ഞാനും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇടാം. പിന്നെ വലിയ വ്യൂവേഴ്സ് കയറുന്നില്ല എനിക്ക്, അപ്പോൾ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനുള്ളത് തുറന്ന് പറയാം. കാരണം ആദ്യം കൊളാബ് വീഡിയോസ് ആയിരുന്നു, അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ.